ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ച് മഞ്ഞൾ പൊടിയാക്കുന്നതാണ്. ഇതാണ് നമുക്ക് ഇപ്രാവശ്യം പറിക്കാനുള്ള മഞ്ഞൾ. ഇത് ഇതുപോലെ തണ്ട് ഉണങ്ങി വീഴുമ്പോഴാണ് മഞ്ഞൾ പറിക്കാനായിട്ട് പാകമാകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് പറിച്ച് ക്ലീനാക്കി എടുക്കണം. ഇങ്ങനെ ക്ലീനാക്കിയിട്ട് ഇതിൽ നിന്ന് വലുത് നോക്കി നമ്മൾ വിത്തിന് വേണ്ടി മാറ്റി വയ്ക്കുവാണ്. ചെറുത് മാത്രമേ നമ്മൾ പൊടിച്ച് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ഇത്തവണ നമ്മളിവിടെ ഇതിൻ്റെ തടയാണ് നടാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ചാണകത്തിൽ പുരട്ടി ഉണക്കാൻ വെക്കണം. ചാണകത്തിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മളിത് പുരട്ടി വയ്ക്കാനായിട്ട്. ഇതുപോലെ ഒരു ഷീറ്റിലിട്ട് തണലത്ത് സൂക്ഷിച്ചിട്ട് നടുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെടി നല്ല കരുത്തോടെ നമുക്ക് വളർന്നു കിട്ടും. ബാക്കി വന്നത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. പലവട്ടം നമ്മളിത് കഴുകണം.
നമുക്കിത് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ആവി കയറ്റി എടുത്താൽ മാത്രമേ ഇതിൻ്റെ കുർക്കുമിൻ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയുള്ളൂ. കുർക്കുമിൻ വളരെ ഗുണമുള്ളതാണ്. അത് നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ നമ്മളിത് ആവി കയറ്റി തന്നെ എടുക്കണം. അപ്പോൾ 2 ഇഡ്ഡലി പാത്രത്തിലിട്ട് നമുക്കിത് ആവി കയറ്റി എടുക്കാം. ഒരു 10 മിനിറ്റ് അടുപ്പത്ത് വെച്ചാൽ മതി. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് കട്ടി കുറച്ചത് അരിയുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. 2-3 ദിവസം നമ്മൾ ഇതുപോലെ നല്ല വെയിൽ കൊള്ളിക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. ഒത്തിരി അങ്ങ് ഉണക്കിയെടുക്കണ്ട. അപ്പോൾ ഒത്തിരി ഉണങ്ങി പോവുകയാണെങ്കിൽ നമുക്കിത് പൊടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇതിപ്പോൾ ആവശ്യത്തിന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊടിക്കാനൊക്കെ ഉള്ള പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ച് കിട്ടുന്ന ഈ തരികളൊക്കെ നമുക്ക് ഒന്നും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മഞ്ഞൾ നമ്മൾ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് മായമില്ലാത്ത മഞ്ഞൾപ്പൊടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.